فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് അവന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ ബന്ധങ്ങളും തെറ്റുകളും കുറവുകളും അല്ലാഹു തആല പുറത്തു നന്നാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണവും അവൻ സഹായവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് ഹജ്ജിനും ഉംറക്കും പോകാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് ആഫിയത്തും അവർക്ക് അതിനുള്ള തൗഫീഖും അല്ലാഹു തആല നൽകുമാറാകട്ടെ. അവരുടെ എല്ലാവരുടെയും ദുആകളെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് കഴിഞ്ഞതിന് മുൻപത്തെ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദ് ബതലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. വഇദ് ബതലാ എന്ന വാക്ക് മാത്രമാണ് നമ്മൾ കഴിഞ്ഞതിൽ മുൻപത്തെ ആഴ്ച പറഞ്ഞത്. വഇദ് ബതലാ നാം പരീക്ഷിച്ചപ്പോൾ. ആരെയാണ് പരീക്ഷിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ് പരീക്ഷിച്ചത്. ആരാണ് പരീക്ഷിച്ചത്? റബ്ബുഹു, അല്ലാഹുവാണ് പരീക്ഷിച്ചത്. ഏതെങ്കിലും ഭരണകൂടങ്ങളോ ഫിറഔനോ നമ്രൂദോ അതുപോലുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും കടലാസ് കൂലികളോ ഒന്നല്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. വീടുകൾ പൊളിക്കപ്പെടുന്നതും പള്ളികൾ പൊളിക്കപ്പെടുന്നതും മുസ്ലിമീങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കപ്പെടുന്നതും മുസ്ലിം നാടുകൾ തീയിടുന്നതും എല്ലാ മുസ്ലിം കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും സകലതും അള്ളാന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ പരീക്ഷണവും മാത്രമാണ്. വേറൊരാൾക്കും, ഏത് പ്രധാനമന്ത്രിക്കും, ഏത് പ്രസിഡന്റിനും, ഏത് ചക്രവർത്തിക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അള്ളാഹുവിന്റെ തീരുമാനം മാത്രമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരീക്ഷിച്ചത് അള്ളാഹുവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ തീയിലെറിഞ്ഞത് ആരാണ്? തീയിലെറിഞ്ഞ നാട്ടുകാരാണ്. പക്ഷെ ആരാ പരീക്ഷിച്ചത്? അള്ളാഹുവാണ്. അള്ളാന്റെ തീരുമാനമില്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂല. നാട്ടുകാരല്ല പരീക്ഷിച്ചത്, നമ്രൂദല്ല പരീക്ഷിച്ചത്, അള്ളാഹുവാണ് പരീക്ഷിച്ചത്. എന്നും മുസ്ലിമീങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രാജ്യത്തിലെ ഭരണാധികാരികളാണെന്ന് അവർക്കും അവരുടെ ശിങ്കിടികൾക്കൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ അല്ല, അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈമാൻ അർപ്പിക്കുകയും ആശ്വസിക്കുകയും സമാധാനിക്കുകയും അന്തസ്സോടെ അഭിമാനത്തോടു കൂടി നമ്മൾ ജീവിക്കുകയും വേണം. ഏതെങ്കിലും ആളുകൾ അത്തരത്തിൽ നമ്മളെ തല്ലുന്നതിനോ കൊല്ലുന്നതിനോ ആൾക്കൂട്ടം ഒന്നുകൊണ്ട് മർദ്ദിക്കുകയോ ചെയ്താൽ ഒരിക്കലും തന്നെ അത്തരം അക്രമികളായ ആളുകളുടെ കാൽക്കൽ വീഴരുത്. അള്ളാന്റെ തീരുമാനമാണ്. കാൽക്കൽ വീഴരുത്.
അള്ളാഹുവിന്റെ ശത്രുക്കളുടെ, മനുഷ്യത്വത്തിന്റെ ശത്രുക്കളുടെ, നീതിയുടെ ശത്രുക്കളുടെ, ദുഷ്ടന്മാരുടെ കാലുകൾ ഒരിക്കലും പിടിക്കരുത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അഷ്റഫ് എന്ന് പറയുന്ന ആ സഹോദരന്റെ വീഡിയോ നമ്മൾ കണ്ടു. അദ്ദേഹം വളരെ ജീവന് വേണ്ടി യാചിക്കുന്ന ഒരാളുടെ കാലിങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ കണ്ടു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് അള്ളാഹു ചാല സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹം മാനസികമായ ദൗർബല്യങ്ങളുള്ള, പ്രയാസങ്ങളുള്ള ഒരാളായിരുന്നു. അദ്ദേഹം മുസ്ലിമാണ്. പേര് ചോദിച്ചിട്ട് എന്താ പേര്? അഷ്റഫ് എന്നാണ് എന്ന് ചോദിച്ച് തല്ലിക്കൊന്ന ഒരു സംഭവമാണ്. ഇത് പലതും നമ്മൾ കാണുന്ന ഒരുപാട് വീഡിയോകളിൽ, ഒരുപാട് കാര്യങ്ങളിൽ. ഇന്ന് നമ്മുടെ രാജ്യത്തിലെ ദേശീയ വിനോദം എന്തെന്ന് ചോദിച്ചാൽ അത് ആളുകളെ തല്ലിക്കൊല്ലലാണ്. 10, 20, 50, 100 ആളുകൾ ചേർന്ന് ഒരാളെ അങ്ങനെ തള്ളിക്കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ദേശീയ വിനോദം എന്നുള്ളത്. ഇന്ന് അതാണ് ഗതികേട് എന്ന് പറയുള്ളൂ. അത്തരം അവസ്ഥകൾ ആർക്കെങ്കിലും വന്നാൽ ഭയപ്പെടേണ്ടതില്ല. ഒരിക്കലും അക്രമികളോട് കെഞ്ചരുത്. ജീവന് വേണ്ടി, സമയത്തിന് വേണ്ടി, ഒന്നിനും വേണ്ടി ഈ അക്രമികളോട് കെഞ്ചരുത്. ധൈര്യമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ആത്മധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ ഉരുവിട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് യാത്രയാകുവാൻ നമ്മൾ തീരുമാനിക്കണം. അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ രൂക്ഷമായ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉലുൽ അസ്മുകളിൽപ്പെട്ട നബിമാര്. നമ്മളെക്കാൾ ഏറ്റവും പരീക്ഷിക്കപ്പെട്ടവരാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ആളുകളല്ല. അവരുടെ ചുറ്റും കിടന്ന ആളുകളാണോ? അതുമല്ല. ലോകത്തിന് ന്യായവും സത്യവും നീതിയും തൗഹീദും പ്രവാചകന്മാരുടെ പാരമ്പര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്, മാതൃക കാണിക്കേണ്ടവരാണ്. ഇവരുടെ ഒലപ്പാമ്പുകൾ കണ്ട് നമ്മൾ പേടിക്കേണ്ടത്. ഇബ്രാഹിം റബ്ബുഹു, എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ് എനിക്ക് തീരുമാനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് എന്ന് ആ ഒരു ഉറപ്പ് ഉണ്ടാവണം. അതാണ് എന്താണ് കലിമാത്ത്? ചില കലിമാത്തുകൾ കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ റബ്ബ് ചില കലിമാത്തുകൾ കൊണ്ട് ആണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരീക്ഷിച്ചത്. അദ്ദേഹം അതെല്ലാം പൂർത്തിയാക്കി. എന്തൊക്കെ കൊണ്ട് പരീക്ഷിച്ചുവോ അതെല്ലാം പൂർത്തിയാക്കി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേരിനെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചകളുണ്ട്. തഫ്സീറുകളിൽ, തഫ്സീർ തൊബരിയിൽ കാണുന്നത് ആസർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാപ്പയല്ലാതെ വെല്ലുപ്പയാണ് അല്ലെങ്കിൽ വളർത്തുപ്പയാണ് എന്നൊക്കെ കാണാനായിട്ട്, ചരിത്രത്തിൽ കാണാനായിട്ടൊക്കെ സാധിക്കും. അല്ലാഹു അഅലം. എന്തായാലും ആ വാപ്പയുടെ യഥാർത്ഥ പേരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം ഇബ്നു താറഖ് എന്നും ഖിറാഅത്തുണ്ട്, ഇബ്നു നാഹൂർ എന്ന. വകാന മൗലിദുഹു ബിസ്സൂസ് മിൻ അർദിൽ അഹ്വാസ്. അഹ്വാസ് എന്ന രാജ്യത്തിലെ അസ്സൂസ് എന്ന ഇടത്താണ് അദ്ദേഹത്തിന്റെ ജനനം. വഖീല ബിബാബിൽ, ബാബിലോണിയയിലാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല കൂഫയിലാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല ഹറാനിലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇന്നത്തെ ഇറാഖിലുള്ള ചില പ്രദേശങ്ങളാണ്. വഖാല അബൂഹു നഖലഹു ഇല അർളി ബാബിൽ, അർളി നമ്രൂദ് ഇബ്നു കൻആൻ, നമ്രൂദിന്റെ ഭൂമിയായ ബാബിലിലേക്ക് അദ്ദേഹത്തിന്റെ പിതാവ് കൊണ്ടുപോയി എന്നും ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹ് പരീക്ഷിച്ച കലിമാത്തുകൾ, ചില കലിമാത്തുകൾ കൊണ്ട്, ചില വചനങ്ങൾ കൊണ്ട്, ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്ന് പറയാൻ മാത്രമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫഖാല ഇക്രിമ വ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, രണ്ടാളെ പറഞ്ഞു പറയാൻ യോഗ്യതയുള്ള ആളുകളാണ്. ഹിയ സലാസൂന സമ്മാഹുന്ന ശറാഇ അൽ ഇസ്ലാം, അത് 30 കാര്യങ്ങളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു തആല പരീക്ഷിച്ചത്
30 കാര്യങ്ങളാണ്. ആ 30 കാര്യങ്ങൾ സമാഹുന്ന ശറാഇ അൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശരീഅത്ത് എന്ന് പറയുന്നു. ശറാഇ അൽ ഇസ്ലാം എന്ന് പറയുന്നു 30 കാര്യങ്ങൾ. ആ 30 കാര്യങ്ങൾ വലം യുബ്തല ബിഹാ അഹദുൻ ഫഅഖാമഹാ കുല്ലുഹാ ഇല്ലാ ഇബ്രാഹിം. ആരൊക്കെ ഈ 30 കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അത് ഫഅഖാമഹാ കുല്ലുഹാ ഇല്ലാ ഇബ്രാഹിം, ഇബ്രാഹിം അല്ലാതെ ഈ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച ഒരാളെ ഉള്ളൂ, അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 30 കാര്യങ്ങൾ കൊണ്ട് ആരെയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ അതിൽ ഇത് മുഴുവൻ പൂർത്തീകരിച്ച് കാണിച്ചു തന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഫകുതിബ ലഹു അൽ ബറാഅ, അങ്ങനെ അദ്ദേഹത്തിന് അൽ ബറാഅത്ത് കിട്ടി. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ്. ബറാഅത്ത് കിട്ടിയത് തഫ്സീർ തുബരിയിൽ നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞു, ഖാല തആല, അല്ലാഹു പറഞ്ഞു, വ ഇബ്രാഹിം അല്ലദീ വഫ, സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറഞ്ഞതാണ്, വ ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിമിനെ ഓർക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, പകർത്തണം നിങ്ങൾ. ആരാണ് അദ്ദേഹം? എങ്ങനെയുള്ളതാണ് അദ്ദേഹം? അല്ലദീ വഫ, പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം വഫ, എന്തൊക്കെ കരാറുകളാണോ ഞാനുമായിട്ട് ഉള്ളത് അതെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. വഫ, എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഐ വഫ ജമീഅ മാ ശറഅ അല്ലാഹ്, അല്ലാഹു തആല എന്തൊക്കെ ശറഅാക്കിയിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടോ അതിലേക്കൊന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രവേശിച്ചിട്ടില്ല. 10 കാര്യങ്ങൾ സൂറത്ത് ബറാഅയിലുണ്ട്. സൂറത്ത് ബറാഅ എന്നുള്ളത് സൂറത്ത് തൗബയാണ്. സൂറത്ത് തൗബയിലുണ്ട് 10 കാര്യങ്ങൾ. 112ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ആ 10 കാര്യങ്ങൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആകെ 30 കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. അതിൽ 10 കാര്യങ്ങൾ സൂറത്ത് ബറാഅയിൽ അഥവാ സൂറത്ത് തൗബയിലെ 112ാമത്തെ ആയത്തിലുണ്ട്. ആ ആയത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം: അത്തായിബൂന വൽ ആബിദ് അത്തായിബൂന അൽ ആബിദൂന അൽ ഹാമിദൂന السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. ഈ ആയത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ടെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് അത്തായിബൂൻ എന്നാണ്. അത്തായിബൂൻ എന്നാൽ തൗബ ചെയ്ത ആള്. തൗബ ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ മടങ്ങിയ ആള് എന്നാണ്. തൗബ എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ്. അല്ലാഹുവിലേക്കുള്ള മടക്കം ചെയ്ത ആള് എന്നാണ് തൗബ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അർറാജിഊന മിമ്മാ കരിഹഹുല്ലാഹു വസഖതഹു, അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. വസഖതഹു, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം, അല്ലാഹുവിന് ദേഷ്യം വരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വർത്താനം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് അല്ലാഹ് ഇഷ്ടപ്പെടാത്തതോ അല്ലാഹ് ദേഷ്യപ്പിടിക്കുന്നതോ ആയ ഒരു കാര്യവും അദ്ദേഹത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ് അത്തായിബൂൻ എന്നതിന്റെ താല്പര്യം. അല്ലാഹുവിലേക്ക് മടങ്ങി. ഈ കാര്യം അല്ലാഹ്ക്ക് ഇഷ്ടമല്ലേ എനിക്ക് വേണ്ട, ഞാൻ ഈ പറയുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമല്ലേ എന്നെനിക്ക് വേണ്ട, ഞാൻ ആ ചെയ്യുന്ന പ്രവൃത്തി അല്ലാഹ്ക്ക് ഇഷ്ടമല്ലേ, അല്ലാഹ്ക്ക് വെറുപ്പാണോ എന്നെനിക്ക് വേണ്ട. ഇതൊരു തീരുമാനമാണ് മനുഷ്യന്മാരെ, ഇതൊരു തീരുമാനമാണ്. ജീവിതത്തിൽ നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പിൻപറ്റണം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആജ്ഞാപിക്കുമ്പോൾ പോലും നമ്മൾ അടക്കം തീരുമാനിക്കേണ്ട ഒരു തീരുമാനമാണ്. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, എന്റെ വീട്ടിൽ ഉണ്ടാവില്ല, എന്റെ ജോലി സ്ഥലത്ത് ഉണ്ടാവില്ല, എന്റെ നാവിൽ ഉണ്ടാവില്ല, എന്റെ ശരീരത്തിൽ ഉണ്ടാവില്ലാട്ടോ എന്നൊരു തീരുമാനം. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, അല്ലാഹ് വെറുക്കുന്ന എത്രയോ കാര്യങ്ങൾ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, അല്ലാഹ് വെറുക്കുന്ന എത്രയോ കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങിയിട്ടുണ്ട്. വഖാല,
ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹസൻ ബസ്രി, താബു ഇലല്ലാഹി മിനദ്ദുനൂബി കുല്ലിഹാ, എല്ലാ തിന്മകളിൽ നിന്നും അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും അതൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതത്തിൽ എത്രമാത്രം എന്റെ നഫ്സ് നിയന്ത്രിച്ചാലും, എന്റെ നഫ്സ് നിർബന്ധിച്ചാലും, എത്ര എനിക്ക് ലാഭം കിട്ടിയാലും, എത്ര എനിക്ക് നേട്ടമുണ്ടെങ്കിലും, എത്രമാത്രം ഞാൻ പരവശനാണെങ്കിലും ആ തിന്മകളിൽ നിന്ന്, ആ തിന്മകളൊന്നും എനിക്ക് വേണ്ട, ആ പാപങ്ങളൊന്നും എനിക്ക് വേണ്ട. ആ പാപങ്ങളിൽ നിന്നല്ല അതിലേക്ക് തിരിഞ്ഞോക്ക പോലില്ല. കാരണം അത് വേണ്ടാന്ന് വെച്ചതാണ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. ചില ആളുകള് ഒരുപാട് ചീത്തങ്ങനെ പറയണ ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഓരോ മനുഷ്യർക്ക് പല പല കുറവുകളാണ്, പല പല പ്രശ്നങ്ങളാണ്. ഒരുപാട് ചീത്ത പറയുന്ന ആളുകൾ, ചില ആളുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് കളവ് പറയുന്ന ആളുകൾ, കച്ചവടത്തിന്റെ ലാഭത്തിന് വേണ്ടി, കച്ചവടം നടക്കാൻ വേണ്ടി ഇങ്ങനെ കളവ് പറയുന്ന ആളുകൾ. ഒരു തീരുമാനം, ഒരൊറ്റ തീരുമാനം, അല്ലാഹുവിന് വേണ്ടി ആ ദമ്പ് ഞാൻ ഇനി എന്റെ വായ കൊണ്ട് കളവ് പറയില്ല. അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്നൊരു വാക്ക് പറഞ്ഞു. അല്ലാഹുവേ, എത്ര നാളാണ് ഞാൻ പറഞ്ഞത്, നീ എനിക്ക് പൊറുത്തു തരണം. വ അതൂബു ഇലൈഹി, നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു. ഇനി എന്റെ നാവിൽ നിന്ന് കളവ് വരില്ല എന്നൊരു തീരുമാനം. ഇനി എന്റെ നാവിൽ നിന്ന് കളവ് വരില്ല, ചീത്ത വരില്ല എന്നൊരു തീരുമാനം. ജോലിക്ക് നിൽക്കുന്ന, കടയിലെ ജോലിക്ക് നിൽക്കുന്ന ആളുകളോട്, തൊഴിലാളികളോട്, മറ്റുള്ളവരോടൊക്കെ വെറുതെ വർത്താനം പറയുമ്പോൾ അതങ്ങോട്ട് എടുക്കടാ എന്ന് പറയുന്നത് തന്നെ ഒരു തെറി വിളിച്ചിട്ട്, അത് മാർക്കറ്റൊക്കെ അടുത്താണല്ലോ, നമ്മളൊക്കെ മാർക്കറ്റിലൊക്കെ പോകാറുള്ളതും കേൾക്കാറുള്ളതുമായ, എന്നിട്ട് ആ സാധനങ്ങൾ എടുക്കടാ എന്ന് പറയുന്നത് തന്നെ കൂട്ടത്തിൽ ഒരു തെറി ഇങ്ങനെ വിളിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ വിളിച്ചില്ലെങ്കിലും അത്തരം വിളികൾ നമ്മൾ കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കരുത്. അരോചകത്വം കാണിക്കണം, അരോചകത്വം കാണിക്കണം, വെറുപ്പ് കാണിക്കണം. അതവിടെ വായ കൊണ്ട് പറയണം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറയണം. ആ ഒരു വെറുപ്പും അരോചകത്വവും അവനെ പ്രകടിപ്പിച്ചുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് സ്വയം മാറി നിൽക്കുകയും മറ്റുള്ളവരെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് പോയി. മിൻ ദുനൂബി കുല്ലിഹാ, എല്ലാ പാപങ്ങളിൽ നിന്നും. ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യൂല, ഇടക്കിടക്ക് ഇങ്ങനെ തോന്നിയാൽ ചെയ്യൂല. മദ്യപാനം ഉണ്ടായിരുന്നു, നിർത്തി. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ കള്ളുഷാപ്പ് ഇങ്ങനെ കാണുമ്പോ, ബാറിങ്ങനെ കാണുമ്പോ ഇടക്കിടക്ക് ആരും അറിയാതെ ചെയ്യൂല. വെറുപ്പായിരിക്കും, അങ്ങേറ്റം വെറുപ്പായിരിക്കും അത്തരം പ്രവർത്തികളോട്. കുറെ കാലങ്ങളോളം കള്ളു കുടിച്ച് മദ്യപാനിയായി ജീവിച്ചതാണ്. 10, 20, 25 വർഷമൊക്കെ മദ്യപാനിയായി ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കൈകൊണ്ട് തൊടൂലാന്ന് മാത്രമല്ല, അതിന്റെ മണം കേൾക്കുന്നത് പോലും അരോചകമാണ്. ഇതാണ് ഈമാൻ. അതിന്റെ മണം, അതിന്റെ സ്മെല്ല് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. ഇതാണ് ഈ സിഗരറ്റും ഇതുപോലെ തന്നെ ലഹരിയാണല്ലോ. അതങ്ങോട്ട് ഉപേക്ഷിക്കാം, കൈ കുടിച്ചങ്ങ് കളയാ. സാധനം ഇനി മേലിൽ ഞാനിത് തൊടൂല. അല്ലാഹുവിന് വേണ്ടി എനിക്ക് പ്രിയപ്പെട്ടൊരു കാര്യം വരുന്നത്, സിഗരറ്റ് ഇല്ലാതെ, ബീഡി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂല. അതിങ്ങനെ ചെയിൻ സ്മോക്ക് പോലെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. റമളാനിലൊക്കെ 30 ദിവസം സിഗരറ്റ് വലിക്കാതിരുന്നു, പകൽ ഒരുപാട് സമയം സിഗരറ്റ് വലിക്കാതിരുന്ന ആള് ആ നിസ്കാരം കഴിഞ്ഞ്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വേഗം പോയി ശുശ്രൂഷ 2 വലി വലിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടാത്ത ഒരാള് തീരുമാനിക്കുകയാണ്, എനിക്ക് വേണ്ട, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന എന്റെ നഫ്സ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, വല്ലാതെ ആവശ്യപ്പെടുന്ന കാര്യമാണ് ആ തിന്മ, ആ തെറ്റ്. പക്ഷെ എനിക്ക് വേണ്ട. അല്ലാഹുവിലേക്ക് ഞാൻ ഇന്ന് മടങ്ങുന്നു. ആ തെന്മയിൽ നിന്ന്, ആ ലഹരിയിൽ നിന്ന്, ആ പാൽപരാതിയിൽ നിന്ന്, ആ മുറുക്കിൽ നിന്ന്, ആ സിനിമയിൽ നിന്ന്, ആ പരദൂഷണത്തിൽ നിന്ന്, ആ ദൈവത്തിൽ നിന്ന്, തിന്മ പറയുന്നതിൽ നിന്ന്, തർക്കങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന്, എല്ലാം കൊണ്ടും, എല്ലാ തിന്മയിൽ നിന്നും അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങി എന്ന് തീരുമാനിക്കുന്നത്, അതാണ് ഈമാൻ. ഒരാളുടെ ഒരു കുറ്റവും അവന്റെ നാവിൽ നിന്ന് വീഴൂല, ഒരു തിന്മയും ഒരാളെ പറ്റി വീഴൂല. എന്തിനിത് പറഞ്ഞിട്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ നാവ് അത് അല്ലാഹുവിന് ദിക്ർ ചെല്ലാനുള്ള നാവാണ്. ആ നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തമില്ലാത്ത ഒരാളുടെ പച്ച ഇറച്ചി, പച്ച മാംസം ഞാൻ തിന്നില്ല എന്ന് തീരുമാനിക്കുന്നതിന്റെ പേരാണ് സഹോദരങ്ങളെ ഈമാൻ എന്നുള്ളത്. അതാണ് ഈമാൻ. അവിടെയാണ് ഈമാനും ഇസ്ലാമും നമ്മൾ കാണിക്കേണ്ടത്. അവിടെയാണ്
രണ്ടാമത് പറഞ്ഞാൽ ആബിദൂനാണ്. തായിബൂൻ എന്ന് പറഞ്ഞാൽ അതാബു മിനശ്ശിർക്ക് വബറഉ മിനൻ നിഫാഖ്. അതാബു മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങി. ശിർക്കിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷെ അതിൽ നിന്ന് ശിർക്കിൽ നിന്ന് തൗബ ചെയ്തോടി ഇടക്കിടക്ക് ശിർക്ക് ചെയ്യും. ഇടക്കിടക്ക് പോയിട്ട് ഔലിയാക്കന്മാരെ വിളിച്ചു തേടോ ഇല്ല, കാരണം അത് ഞാൻ മടങ്ങിയതാണ്, ഞാൻ തൗബ ചെയ്ത്. അത് ശിർക്കാണ്, കുഫ്റാണ്, അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത പ്രവൃത്തിയാണ്, വിശ്വാസമാണ്, മനസ്സിലാക്കിയതാണ്. പിന്നെ അതിലേക്ക് പോകൂല. നരകത്തിലേക്ക് തള്ളിയിട്ടാലും പോലും ഒരു മുവഹിദായ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ഔലിയാനെ ബാവാനെ ബീവിനെ പിടിച്ച് തേടൂല. അത് അവന്റെ നിലപാടും ആദർശവുമാണ്. താമുമിന ശിർക്കി ഇല തൗഹീദിലേക്ക് മടങ്ങിയ ആളാണ്. വബരിഉ മിനൻ നിഫാഖ്, നിഫാഖിൽ രക്ഷപ്പെട്ടു, കാപട്യത്തിൽ രക്ഷപ്പെട്ടു. ഉള്ളും പുറവും ഒരേപോലെയാക്കി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലദീന താബു മിനൽ ദുനൂബ് സുമ്മ ലം യഊദു ഫീഹാ, പിന്നീട് അതിലേക്ക് ഒരിക്കലും മടങ്ങിയില്ല. അൽ ആബിദൂൻ, പിന്നീട് പറഞ്ഞാൽ ആബിദൂനാണ്. ആബിദൂൻ ഫഹുമല്ലദീന ദല്ലൂ ഖശിയതൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒതുങ്ങിയവരാണ്, അല്ലാഹുവിന് വേണ്ടി ഒതുങ്ങി ജീവിക്കുന്ന ആളാണ്. ഖശിയതൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ബഹളമുണ്ടാക്കുന്ന ആളല്ല, തർക്കമുണ്ടാക്കുന്ന ആളല്ല. നിസ്കാരം കഴിഞ്ഞാൽ തർക്കം, ജുമാ കഴിഞ്ഞാൽ തർക്കം, ജമാഅത്ത് കഴിഞ്ഞാൽ തർക്കം, റമളാൻ കഴിഞ്ഞാൽ തർക്കം, പെരുന്നാളായ തർക്കം, മാസപ്പിറവി കണ്ടാൽ തർക്കം, കണ്ടില്ലെങ്കിൽ തർക്കം. ഒരു ചുക്ക് നമുക്ക് അറിയില്ലെങ്കിലും തർക്കത്തിനൊരു കുറവില്ല. അടങ്ങുക, ഇന്നില്ലാത്ത അറിവില്ലാത്തവരെന്ന് മനസ്സിലാക്കി അടങ്ങുക, മാവിനെ അടുക്കുക, മാവിനെ ഒതുക്കുക. പള്ളികളിൽ മഹല്ലുകളിൽ നമ്മളായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുക, ഉണ്ടാകാതിരിക്കുക. ഖശിയതൻ ലില്ലാഹ് തവാളുഅൻ ലഹു, അവന് വേണ്ടി ഒതുങ്ങി കൊടുക്കുക. തവാളുഅൻ ലഹു, അവന് വേണ്ടി വിനയത്തോടെ, അല്ലാഹുവിന്റെ ആബിദാണ്, അല്ലാഹുവിന്റെ അടിമയാണ് എന്ന ചിന്തയോടെ ജീവിക്കുക. വജദ്ദു ഫീ ഖിദ്മതിഹി, അല്ലാഹുവിന്റെ ഖിദ്മത്ത് എടുക്കുന്ന കാര്യത്തിൽ, അല്ലാഹുവിന്റെ മസ്ജിദിന് ഖിദ്മത്ത് എടുക്കുന്ന കാര്യത്തിൽ, ദീനിന് ഖിദ്മത്ത് എടുക്കുന്ന കാര്യത്തിൽ നിന്റെ ശരീരവും നിന്റെ നാവും ഉപയോഗിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു നിമിഷം ഉണ്ടായിരുന്നില്ല അല്ലാഹ് എന്ന ചിന്തയില്ലാത്ത, അല്ലാഹുവിന് വേണ്ടി അല്ലാത്ത ഒരു നിമിഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഖാല ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് പറയുകയാണ്, അബദുല്ലാഹ അലാ അഹായീനിഹിം, അദ്ദേഹത്തിന്റെ എല്ലാ അവസ്ഥയിലും അദ്ദേഹം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നു. അഞ്ച് നിസ്കാരം മാത്രമല്ല, എല്ലാ അവസ്ഥയിലും അദ്ദേഹത്തിന്റെ കൽബിൽ ഉണ്ടായിരുന്നത് അല്ലാഹ് എന്ന ചിന്തയായിരുന്നു. സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും സുഖത്തിലും എല്ലാ അവസ്ഥയിലും അല്ലാഹുവിന്റെ ആബിദായി അദ്ദേഹം കഴിഞ്ഞു. മാത്രമല്ല അൽ ഹാമിദൂൻ, ആബിദൂൻ അൽ ഹാമിദൂൻ, ഹാമിദൂൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ. ഫഇന്നഹും അല്ലദീന യഹ്മദൂനല്ലാഹ അലാ കുല്ലി മാ ഇംതഹനഹും ബിഹി മിൻ ഖൈരിൻ വശർരി, അല്ലാഹ് ഏതൊക്കെ നിലക്കാണോ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണങ്ങളിൽ എല്ലാം അല്ലാഹു ഹംദ് പറഞ്ഞാണ്. ഇപ്പിച്ചിരി പ്രയാസവും ഇപ്പിച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും പറയില്ല ഒരു വിശ്വാസം, അങ്ങനെ പറയില്ല. ഇപ്പിച്ചിരി ബുദ്ധിമുട്ടാണ്, ഇപ്പിച്ചിരി പ്രയാസവും, ഇപ്പൊ അങ്ങനെയാണ്, ഇപ്പൊ ഇങ്ങനെയാണ്, ഇപ്പൊ അതാണ്, ഇപ്പൊ ഇതാണ് പറയൂല. ഒരു നിരാശയുടെ ഒരു വാക്ക്, ഒരു നെഗറ്റീവ്, അള്ളാനെ പറ്റി നെഗറ്റീവായ ഒരു വാക്ക് അവർ പറയൂല. എല്ലാ സമയത്തും ഹാമിദൂൻ. എന്താ വിശേഷം? അൽഹംദുലില്ലാഹ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അൽഹംദുലില്ലാഹ്. എന്താണ് സാമ്പത്തിക അവസ്ഥ? എന്താണ് വീടിന്റെ അവസ്ഥ? എന്താണ് ജോലിന്റെ അവസ്ഥ? എന്താണ് ആരോഗ്യത്തിന്റെ അവസ്ഥ? അൽഹംദുലില്ലാഹ്. ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കിടപ്പാണെങ്കിലും നടപ്പാണെങ്കിലും, സുഖത്തിലും ദുഃഖത്തിലും, കച്ചവടം ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരാണ് അവർ. ഖൗമുൻ ഹമിദുല്ലാഹ് അലാ കുല്ലി ഹാൽ. സന്തോഷമുള്ള സമയത്ത് അൽഹംദുലില്ലാഹ് പറയാൻ പറ്റും. പൈസ കയ്യിലുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് അൽഹംദുലില്ലാഹ് പറയാൻ ഒരുവിധപ്പെട്ട ആളുകൾക്ക് പറ്റും. പക്ഷേ അതല്ലാത്ത സമയത്തും ഇപ്പൊ എന്താണ് അവസ്ഥ? അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ പോണു, തട്ടിമുട്ടി പോണു. അതൊരു സുഖമില്ലാത്തൊരു അൽഹംദുലില്ലാഹ് അല്ല. മനസ്സ് നിറച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്തുതി പറയുന്ന ഇനി വേറൊരു ഹംദുണ്ട്. അൽഹാമിദൂന അലൽ ഇസ്ലാം, അൽഹാമിദൂന അലൽ ഇസ്ലാം. ഇസ്ലാമിന്റെ പേരിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ എന്നെ നീ മുസ്ലിമാക്കി, എന്നെ നീ മുഅ്മിനാക്കി, അൽഹംദുലില്ലാഹ്. എന്നെ നീ മുവഹിദാക്കി, അൽഹംദുലില്ലാഹ്. നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാക്കി, അൽഹംദുലില്ലാഹ്. എന്നെ നീ സുന്നത്ത് എടുക്കുന്നവനാക്കി, അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹ്. ഒരുപാട് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുത്തി അൽഹംദുലില്ലാഹ്. ഹറാമുകൾ രക്ഷപ്പെടുത്തി അൽഹംദുലില്ലാഹ്. ദീനിന്റെ പേരിൽ അൽഹംദുലില്ലാഹ്. സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ സാധിച്ചു അൽഹംദുലില്ലാഹ്. അതുങ്ങൾ നഷ്ടപ്പെടുമ്പോ ഒരു ദിവസം വൈകിപ്പോയാ ബാങ്ക് കേൾക്കാൻ വൈകി, അല്ലെങ്കിൽ കേട്ട് ഉറങ്ങിപ്പോയി, 2 റക്അത്ത് സുന്നത്ത് സുബഹിക്ക് മുമ്പ് എടുക്കാൻ പറ്റിയില്ല, വിഷമുണ്ടാവും. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വിഷമുണ്ടാവും. അല്ലാഹ് നഷ്ടപ്പെട്ടു പോയല്ല റബ്ബേ എന്ന വിഷമുണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്യും. 1 കോടി രൂപ നഷ്ടമുണ്ടായി, 1000 രൂപ നഷ്ടമുണ്ടായി, നഷ്ടമൊന്നല്ല, നഷ്ടവും ലാഭവും ദുനിയാവിലെ താൽക്കാലികമായ അവസ്ഥ മാത്രം. പക്ഷെ ദീന് ഇബാദത്തുകൾ അത് ഞാൻ തന്നെ ചെയ്തേ പറ്റൂ. അൽഹംദുലില്ലാഹി അലൽ ഇസ്ലാം. ഇസ്ലാമിന്റെ പേരിൽ അല്ലാഹുവേ ഇന്ന് ഖുർആൻ പഠിക്കാൻ പറ്റി, ഓതാൻ പറ്റി, പാരായണം ചെയ്യാൻ പറ്റി, ഇന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്ത് പറയാൻ പറ്റി, അത് ജീവിതത്തിൽ പകർത്താൻ പറ്റി. അൽഹംദുലില്ലാഹ് എന്ന് അൽഹംദുലില്ലാഹി അലൽ ഇസ്ലാം. അൽഹംദുലില്ലാഹ് അലൽ ഇസ്ലാം വ അലൽ സുന്ന. അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞതാണ് അൽഹംദുലില്ലാഹ് അലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പേരിൽ അൽഹംദുലില്ലാഹ്, വ അലൽ സുന്ന, ഇസ്ലാമിന്റെ പേരിൽ മാത്രമല്ല വ അലൽ സുന്ന, എന്നെ സുന്നത്തിലാക്കി എന്നുള്ളതും വിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നെ സുന്നത്തിലാക്കി എന്നുള്ളതും അൽഹംദുലില്ലാഹ് എന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, അദ്ദേഹത്തിന്റെ പേര് എന്താണെന്നറിയോ? ഇമാമുസ് സുന്ന. ഇമാമുസ് സുന്ന എന്ന പേര് അദ്ദേഹത്തിന് വെറുതെ വന്നതല്ല, സുന്നത്തിന് വേണ്ടി, ദീനിന് വേണ്ടി അദ്ദേഹത്തിന്റെ ത്യാഗം നമുക്ക് കാണാം. അതുപോലെ വീണ്ടും പറഞ്ഞു അസ്വാഇമീൻ, അസ്വാഇഹീൻ, അസ്സാഇഹീൻ, അസ്സാഇഹീൻ എന്ന് ഫഖാലഹും അസ്വാഇമൂൻ, നോമ്പെടുക്കുന്ന ആളാണ്. റമദാനിലെ മാത്രമല്ല, നോമ്പ് എന്നുള്ളത് റമദാൻ മാസത്തിൽ മാത്രമല്ല, അതല്ലാത്ത സമയങ്ങളിലും നോമ്പെടുക്കുന്ന ആളാണ്. നിസ്കാരത്തിന്റെ അവസ്ഥ, അതിലെ റുക്കൂഉ സുജൂദ് ചെയ്യുന്ന ആൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അർറാകിഊനാണ്, അസ്സാജിദൂനാണ് എന്ന് വെച്ചാൽ അതൊരു സിഫത്താണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ വന്ന് കാണുമ്പോ എന്ത് ചെയ്യണം? റുക്കൂലാണ്, എന്ത് ചെയ്യണം? സുജൂദിലാണ്. വീട്ടില് പലപ്പോഴും നമ്മളെ കാണുന്നത്, മക്കള് നമ്മളെ കാണുന്നത് എപ്പോഴെന്താണ്? എന്തവസ്ഥയിലാണ്? സുജൂദിലാണ്. എന്തവസ്ഥയിലാണ്? റുക്കൂഇലാണ്. എത്ര റുക്കൂഉം എത്ര സുജൂദും, എത്ര നേരം റുക്കൂഉം എത്ര നേരം സുജൂദും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അൽ മുസല്ലീൻ, നിസ്കാരത്തിന്റെ ആളുകളാണ്. റാക്കിഈന ഫീ സ്വലാത്തിഹിം അസ്സാജിദീന ഫീഹാ. ഹസ്സൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്വലാത്തുൽ മഫ്റൂള പ്രത്യേകമായിട്ട്, സ്വലാത്തുൽ മഫ്റൂള അതിന്റെ ഒരു ഭാഗം പോലും വിട്ടു പോകൂല, വിട്ട് കളയൂല. സ്വലാത്തുൽ മഫ്റൂള കുറച്ച് ഇങ്ങോട്ട് നീങ്ങി ഇങ്ങനെ ഗ്യാപ്പ് അനുസരിച്ച് പറയുന്ന ആൾക്ക് ഒന്ന് സൗകര്യച്ചിട്ടുണ്ട്. അതേപോലെ അർറാകിഊന അസ്സാജിദൂൻ, അസ്സലാത്തുൽ മഫ്റൂള, ഫർളായ ഒരു നിസ്കാരവും അവരെ നിസ്കാരത്തിന്റെ ഒരു ഭാഗവും അവർ കളഞ്ഞിട്ടുണ്ടാവൂല. ഫഇന്നഹു യഅനി അന്നഹും, ഇനി വീണ്ടും അല്ലാഹു പറഞ്ഞു അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ. അൽ ആമിറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളായിരുന്നു. വന്നാഹൂന അനിൽ മുൻകർ, തിന്മ വിരോധിച്ചുകൊണ്ടേയിരിക്കുന്ന ആളായിരുന്നു. യഅനി നമ്മളെ പോലെ ഉണ്ടാതിരിക്കുന്ന ആളല്ല. നമ്മുടെ വ്യക്തി വൈരാഗ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പക തീർക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഈഗോ തീർക്കുന്നതിന് വേണ്ടി, നമ്മുടെ വാശി തീർക്കുന്നതിന് വേണ്ടി, നമ്മുടെ രസത്തിന് വേണ്ടി, നമ്മുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ ടൈം പാസിന് വേണ്ടി ഒന്നല്ല സംസാരിക്കുന്നത്. അതിനൊന്നല്ല സംസാരിക്കുന്നത്. എന്തിനാണ് സംസാരിക്കുന്നത്? യഅനി അന്നഹും യഅമുറൂന അന്നാസ ബിൽ ഹഖ് ഫീ അദിയാനിഹിം, തന്റെ ദീനിന്റെ വിഷയത്തിൽ, ദീനിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി ഹഖ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. വത്തിബാഉർ റുശ്ദ് വൽ ഹുദാ, ആ റുശ്ദും ആ സന്മാർഗവും ആ ശരിയായ വഴിയും അത് പിൻപറ്റി അത് മുറുകെ പിടിച്ചു പോകുന്ന ആളുകളാണ്. വയൻഹൗനഹും അനിൽ മുൻകർ, മുൻകറാത്തുകൾ നിരോധിച്ചു കൊണ്ടേയിരുന്ന ആളുകളാണ്. ذلك نحيهم الناس عن كل فعل وقول نهى الله عباده عنه. അല്ലാഹു നിരോധിച്ച സകല കാര്യങ്ങളും, വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ, അവനെയും അവന്റെ മക്കളെയും അവന്റെ സഹോദരങ്ങളെയും എന്തിനാണ് വെറുതെ നാട്ടുകാരെ വെറുതെ സമ്പാദിക്കാൻ നിൽക്കണേ? അവരെന്തെങ്കിലും തോന്നിയാസം കാണിക്കട്ടെ എന്ന് വിചാരിക്കൂല. എന്ത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കൂല, അതുകൊണ്ട് ഞാൻ നിർത്തി എന്ന് പറയില്ല. മരണം വരെ സത്യത്തിന്റെ വാക്കുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും.
നിരോധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമാം ഹസൻ റഹ്മഹുല്ലാഹ് പറയുക അൽ-അമറൂന ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഅറൂഫ് പറഞ്ഞുകൊണ്ടേയിരിക്കും. മഅറൂഫിൽ ഏറ്റവും വലിയ മഅറൂഫ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനേക്കാൾ സത്യമായ ഒരു വാക്ക് ലോകത്തിൽ മനുഷ്യ ഭാഷയിൽ കണ്ടെത്താൻ സാധിച്ചിട്ട് കണ്ടെത്തൂല. ഇത്രയും സത്യമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യഥാർത്ഥ ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. വന്നാഹുന അനിൽ മുൻകർ, മുൻകർ നിരോധിക്കും. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മുൻകർ, ഏറ്റവും വലിയ മുൻകർ എന്നുള്ളത് അൽശിർക്ക്, ശിർക്കാണ്. ശിർക്കാണ് ഏറ്റവും വലിയ മുൻകർ. ശിർക്കിനെ വിരോധിച്ചു കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ മുൻകർ. ഇമാം ഹസൻ റഹ്മഹുല്ലാഹ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ثعلبة بن الصحيح قال الحسن في قوله الأمرون بالمعروف എന്നതിന്റെ വീണ്ടും തഫ്സീർ കാണാം. അമാ ഇന്നഹും ലം യഅമുറു الناس حتى كانوا من أهلها. ജനങ്ങളോട് അവർ ഉപദേശിക്കൂല, ജനങ്ങളോട് അവർ നന്മ പറയൂല. എപ്പോൾ വരെ? ഹത്താ കാനൂ മിൻ അഹ്ലിഹാ. ഓൻ ആ നന്മ ചെയ്യുന്നവരെ സ്വയം ആ നന്മ ചെയ്യുന്നത് വരെ ജനങ്ങളോട് ഉപദേശിക്കൂല. സ്വന്തമായിട്ട് അത് ചെയ്യാതെ ജനങ്ങളോട് പറയൂല. അതേപോലെ തന്നെ മുൻകർ എന്നുള്ള കാല ജനങ്ങളെ നിരോധിക്കൂല. അനിൽ മുൻകർ, മുൻകറിൽ നിന്ന് ഹത്താ ഇൻതഹൗ അൻഹു. സ്വയം ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാതെ മറ്റുള്ളവരോട് അത് ഉപദേശിച്ച് വലിയ ആളാവൂല. എന്നിട്ട് അല്ലാഹു വീണ്ടും അല്ലാഹുവിന്റെ ഹദ്ദുകൾ, ഹുദൂദുകൾ, അതിർവരമ്പുകൾ, നിർദ്ദേശങ്ങൾ അത് സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ആൾക്കാരെ വിളിച്ച് മാത്രമല്ല, പള്ളിയിൽ മാത്രമല്ല, ദീനിയായ സദസ്സുകളിൽ മാത്രമല്ല, ഏത് ഘട്ടത്തിലും ഏതവസ്ഥയിലും അല്ലാഹുവിന്റെ ഹുദൂദുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. والمؤدون الفرائض لله. അല്ലാഹു തആല നിർബന്ധമാക്കിയ ഫർളുകൾ. എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് പള്ളി എവിടെയെന്ന് നോക്കുള്ളൂ. പള്ളി എവിടെയെന്ന് നോക്കുള്ളൂ. ജമാഅത്ത് കിട്ടാൻ നോക്കിയാൽ അത് നോക്കും. ജമാഅത്ത് പരമാവധി അത് നഷ്ടപ്പെടുത്താതെ നോക്കും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ജമ്മും കസറും അതിന്റെ പരിധി വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അതിനുള്ളിൽ നിസ്കാരം എന്നുള്ള ആ ഒരു ചിന്ത, നമസ്കാരം എന്നുള്ള ആ ഒരു ചിന്ത, ഇതൊക്കെ സൂക്ഷിച്ച് ആരെ സൂക്ഷിക്കുള്ളൂ? മുഅ്മിനായ മനുഷ്യൻ മാത്രമേ ഇത്തരം കാര്യങ്ങൾ. അല്ലാത്ത ഹോട്ടൽ അന്വേഷിച്ച് നടക്കും, കൊയ്മന്തി കിട്ടുന്ന ഹോട്ടൽ അന്വേഷിച്ച് നടക്കും, ഇങ്ങനെ പോകും. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ പള്ളി അന്വേഷിച്ചു പോകും. അവനൊരു യാത്ര പോകുമ്പോൾ ആ യാത്ര പോകുന്ന ആ വഴിയിൽ എവിടെയാണ് പള്ളി ഉണ്ടാവുക, എവിടെ വെച്ച് നിസ്കരിക്കാൻ പറ്റും എന്നായിരിക്കും മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുക. കാരണം തീറ്റയുടെ കാര്യം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് അല്ലാഹു തീരുമാനിക്കുകയും അല്ലാഹു നമുക്ക് മാത്രമല്ല ഓരോ ഉറുമ്പിലും അല്ലാഹു തആല ഇന്നല്ല 10 കൊല്ലം കഴിഞ്ഞാൽ അവൻ തിന്നേണ്ട 10 കൊല്ലം കഴിഞ്ഞിട്ട് 2035 ജൂൺ മാസം 1-ാം തീയതി അവൻ ഉച്ച സമയത്ത് എവിടെന്നാണ് നമ്മളാൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എവിടെന്നാണ് തിന്നേണ്ടത് എന്ന് അല്ലാഹു ഇപ്പൊ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നും ആ കാര്യത്തിൽ ഇല്ല. المنتهون إلى أمره ونهيه الذين لا يضيعون شيئا ألزمهم العمل. അവൻ അമലുകൾ ഒന്നും പാഴാക്കൂല, ഒന്നും നഷ്ടപ്പെട്ടു പോകൂല. പള്ളിയിലേക്ക് കയറുമ്പോ ചെയ്യേണ്ട തഹയ്യത്ത്, വുളു, നിസ്കാരം കഴിഞ്ഞതിനു ശേഷം വുളു എങ്ങനെയാണ്, ചെല്ലുമ്പോ പ്രാർത്ഥന, വീട്ടിലേക്കുള്ള പ്രാർത്ഥന, വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ, വണ്ടിയിൽ കയറുമ്പോൾ, ഇരിക്കുമ്പോൾ, ആളെ കാണുമ്പോൾ, ഇറങ്ങുമ്പോൾ, മയ്യത്ത് കാണുമ്പോൾ, ഇങ്ങനെ ഒന്നും നഷ്ടപ്പെടൂല. സുബ്ഹിക്ക് ശേഷമുള്ള ദിക്റുകൾ, അദ്കാറുകൾ, മസായിലുള്ള അദ്കാറുകൾ, ദുആകൾ ഒന്നും നഷ്ടപ്പെടൂല. ലാഭം മാത്രം. മുഅ്മിനായ മനുഷ്യന്റെ ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ലാ യുളയ്യൂന ശൈഅൻ അൽസമഹുൽ അമൽ. നഷ്ടപ്പെട്ട വല്ലാത്ത വേദന ഉണ്ടാവും. എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ കുറേ നേരം അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമയത്ത് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് സുബഹിക്ക് ശേഷമുള്ള അദ്കാറു സ്വബാഹുകൾ അത് ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ അത് ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമുണ്ടാവും. മുഅ്മിനായ മനുഷ്യൻ വിഷമിക്കും. അല്ലാഹ് ഇന്നത് ചെയ്യാൻ പറ്റിയില്ലല്ലോ റബ്ബേ എന്ന് വിഷമിക്കും. ദിനേന എത്രയെങ്കിലും പൈസയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യമോ ഒരാൾക്കോ ഇന്ന ആളുകൾക്ക് സദക്ക ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഉണ്ടാകും. ഒരു ദിവസം ആ ഒരു സദക്ക ചെയ്യാൻ പറ്റാതിരുന്നാൽ
അതിന്റെ വിഷമമുണ്ടാകും. അല്ലാഹുവേ, എന്ന് കൊടുക്കുന്നതാണ്, എന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന വിഷമം ആർക്കുണ്ടാകും? മുഅ്മിനായ മനുഷ്യനുണ്ടാകും. ഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു തആല പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിലെല്ലാം അദ്ദേഹം വിജയിച്ചു എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബിമാരെയും ഒക്കെ പഠിച്ച് പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.